നേന്ത്രവാഴയ്ക്ക് 6 വളം 7 വളം ഇട്ടാലേ നല്ല കൊല ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന സമയത്താണ് നിയന്ത്രണത് ടിഷ്യൂ കൾച്ചറാണ്. പിന്നെ നമ്മള് കൂടുതൽ വളം ഇതിന് ചെയ്തിട്ടില്ല. രാസവളം എന്ന് പറഞ്ഞാല് 2 വളം ഇതിന് ചെയ്തിട്ടുള്ളൂ. രണ്ട് വളം. അതായത് ഒന്ന് പാറ്റംബോസും പൊട്ടാഷ്യം ചേർത്തിട്ടു. ഒരു 150-200 അടി ഇട്ടിട്ടുള്ളൂ. രണ്ടും കൂടി ഒപ്പത്തിനൊപ്പം. പിന്നെ ഇട്ടത് യൂറിയും പൊട്ടാസും 50 യൂറിയും 100 പൊട്ടാസും വെച്ചിട്ടു. അത് ഏത് മാസം? അത് 6-ാം മാസം. ആദ്യത്തെ 3-ാം മാസം ഇട്ടു. പിന്നെ ജൈവവളം ചാണകം കമ്പോസ്റ്റ് ആക്കി ഇട്ടു. അത് ഒരു കൊട്ട തന്നെ ഇട്ടു. കോഴിക്കാട്ടിട്ടു. ഇത് ടിഷ്യൂ കൾച്ചർ ആണ്. അപ്പൊ ഇതിന് ഏകദേശം നമുക്ക് എത്ര കിലോ നമ്മൾ വെട്ടുന്ന സമയത്ത് ഏകദേശം എത്ര കിലോ കിട്ടുന്നതാണ് കണക്കൂട്ടൽ? ഇതിന്റെ 30-35 കിലോനൊക്കെ വരെ കിട്ടാം. അപ്പൊ നല്ല നോക്കുന്നവർക്ക് ഒരു 50 കിലോ ഒക്കെ കണ്ണടച്ച് കിട്ടും. അത് മാത്രമല്ല ഇത് 10-ാം മാസേ കൊലക്കുന്നുള്ളൂ. സമയം പിടിക്കും. കൊലക്കാൻ സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് പാടത്തൊന്നും നടക്കൂല. ഇനിയിപ്പോ ഈ വാഴിരിക്കുന്ന സ്ഥലം തന്നെ ശരിക്കും കല്ല് വെട്ടിയ മണ്ണാണ്. അപ്പൊ നല്ല വളമൊന്നുള്ള മണ്ണല്ല. വളക്കൂറില്ല, അടിവളം ഇല്ലതില്. ഒറിജിനൽ ആറ്റ് നിയന്ത്രണമെന്നുണ്ടെങ്കിൽ വളട്ടില് അതിന്റേതായ പരിധിക്ക് ഉണ്ടാവും. എന്നാലും ഒരു നിശ്ചിത അതിന്റെ ഒരു ഗുണം കാണിക്കും. അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല മണ്ണൊക്കെയാണ്. ഈ 20ന്റെ മേലെ എന്തായാലും പ്രതീക്ഷ. കാരണം 20 കിലോ ഞാൻ ഒരു വളമിടാതെ 20 കിലോ ഞാൻ വെട്ടിയിട്ടുണ്ട്. ഒരു വളമിടാതെ.